നമസ്കാരം, ഞാൻ ഡോക്ടർ അതുൽ വ്യാസ്. ഞാൻ ട്രിവാൻഡ്രം കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലിലെ ജെറിയാട്രീഷ്യനാണ്. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പുതിയൊരു കൺസെപ്റ്റിനെ പറ്റിയിട്ടാണ്. ഇത് കൺസെപ്റ്റ് പുതുതായിട്ട് തോന്നിപ്പിക്കുന്ന ഒരു കൺസെപ്റ്റാണ്. ഇത് ശരിക്കും പുതിയൊരു കോൺസെപ്റ്റ് അല്ല, ഒരുപാട് കാലം ഉള്ളതാണ്. ഞാൻ സംസാരിക്കാൻ പോകുന്നത് വാക്സിനേഷനെ പറ്റിയിട്ടാണ്, എസ്പെഷ്യലി മുതിർന്നവരുടെ വാക്സിനേഷൻ. നിങ്ങൾക്കറിയാം, വാക്സിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി പലപ്പോഴും പ്രായം കുറഞ്ഞ ആൾക്കാർ, അതായത് കുട്ടികൾ ആണ് നമ്മൾ ഈ വാക്സിനേഷനായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയല്ല. വാക്സിനേഷൻ എല്ലാ ഏജ് ഗ്രൂപ്പ്സിനും ഉള്ളതാണ്. അതിൽ നമ്മൾ എൽഡർലിയിൽ, അതായത് മുതിർന്നവരിൽ 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ, അവർക്ക് കൊടുക്കുന്ന വാക്സിനേഷനെ പറ്റിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. പ്രധാനമായും 5 വാക്സിനേഷൻസുകളാണ് എൽഡർലി ഏജ് ഗ്രൂപ്പിൽ നമ്മൾ കൊടുക്കുന്നത്. ഒന്നാമത്തെ വാക്സിനേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോവിഡ് വാക്സിൻസ് ആണ്. അത് ഇപ്പോഴത്തെ ടൈമിൽ അതിൻ്റെ പ്രാധാന്യം ഏറി വരുന്നുണ്ട്. ഇപ്പോൾ വകഭേദം, ഈ മ്യൂട്ടേഷൻ വരുന്നതിനനുസരിച്ച് വാക്സിനേഷൻസും മാറി വരുന്നതുകൊണ്ട് കോവിഡ് വാക്സിനാണ് ഒന്നാമത്തെ വാക്സിൻ. രണ്ടാമത് നമ്മൾ മുതിർന്നവരിൽ കൊടുക്കുന്ന വാക്സിനാണ് ഇൻഫ്ലുവൻസ വാക്സിൻ. ഇൻഫ്ലുവൻസ വാക്സിൻ എല്ലാ ഏജ് ഗ്രൂപ്പ്സിനും കൊടുക്കുന്ന വാക്സിനാണ്. ഇത് വർഷത്തിൽ ഒരു വട്ടമായിട്ടാണ് എടുക്കുന്നത്. ഇൻഫ്ലുവൻസ വാക്സിൻ ഇത് നിങ്ങളുടെ കയ്യിൽ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ എന്ന് പറയും, നിങ്ങളുടെ ഷോൾഡറിൽ എടുക്കുന്ന ഇഞ്ചക്ഷനാണ്. ഞാൻ പറയുന്ന ഇപ്പോൾ പറയാൻ പോകുന്ന എല്ലാ വാക്സിൻസും നമ്മുടെ ഇൻട്രാമസ്കുലർ വാക്സിൻസ് തന്നെയാണ്, നമ്മുടെ ഷോൾഡറിൽ എടുക്കുന്ന വാക്സിൻസ് ആണ്. മൂന്നാമതൊരു വാക്സിൻ നമ്മൾ പറയേണ്ടത് ഈ ന്യൂമോകോക്കൽ വാക്സിൻ എന്ന് പറയുന്ന വാക്സിനാണ്. എന്താണ് ന്യൂമോകോക്കൽ വാക്സിൻ? ന്യൂമോകോക്കൽ വാക്സിൻ ന്യൂമോണിയ വരുന്ന ഒരു രോഗാണുവിനെതിരെയുള്ളൊരു വാക്സിനാണ്. ഇത് മുതിർന്നവർ എല്ലാവർക്കും എടുക്കാനുള്ളതാണ്. മെയിൻലി നമ്മളൊരു ഏജ് കട്ട് ഓഫ് പറയുകയാണെങ്കിൽ 50 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഈ വാക്സിൻ പറഞ്ഞിട്ടുള്ളത്. ഇത് ആദ്യം ഒരു ഡോസ് എടുത്തതിന് ശേഷം പിന്നെ ഒരു വർഷത്തിന് ശേഷം രണ്ടാമത്തെ ഡോസ് എടുക്കണം. ആ 2 ഡോസോടെ തന്നെ ഈ വാക്സിനേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ്. ഇതാണ് ന്യൂമോകോക്കൽ വാക്സിൻ. പിന്നെയുള്ളൊരു വാക്സിൻ എൽഡറിൽ നമ്മൾ കൊടുക്കുന്നതാണ്. ഇപ്പോൾ പുതുതായിട്ട് റീസെൻ്റ്ലി ഒരുപാട് ഇതിനെപ്പറ്റി വീണ്ടും ഡിസ്കഷൻ ഇടയ്ക്ക് വന്നായിരുന്നു, ഒരു 2-3 ഇയേഴ്സ് ബാക്ക്. അതാണ് നമ്മുടെ ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ്, DTP എന്ന് പണ്ട് പറയുന്നത്, ഇപ്പം TDAP എന്നാണ് വിളിക്കുന്നത്. ഇത് 10 വർഷത്തിൽ ഒരിക്കൽ എടുക്കുന്ന ഒരു വാക്സിനാണ്. ഇത് 65 വയസ്സിന് മുകളിലുള്ള എല്ലാവരും എടുക്കേണ്ട വാക്സിനാണ്. പിന്നെയുള്ളൊരു വാക്സിൻ, അവസാനത്തെ വാക്സിൻ ഷിംഗ്രിക്സ് എന്ന് പറയുന്ന വാക്സിനാണ്. ഇത് ബേസിക്കലി ഷിംഗിൾസ് എന്ന് പറയുന്ന ഒരു അസുഖം. ബേസിക്കലി പണ്ടെപ്പോഴെങ്കിലും ഈ ചിക്കൻ ബോക്സ് വന്ന ആൾക്കാർക്ക് ഒരുപാട് കാലം കഴിഞ്ഞ് അവരുടെ ഈ നാഡീകോശങ്ങളിൽ അകത്ത് ഈ വൈറസ് തങ്ങി നിൽക്കുകയും പിന്നെ പ്രായമാകുമ്പോൾ അത് നെർവിന് ഇറിറ്റേഷൻ സംഭവിച്ച് നല്ല വേദന ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഷിംഗിൾസ് എന്ന് വിളിക്കുന്നത്. ഇതിനെതിരെ വാക്സിനുണ്ട്. ഷിംഗ്രിക്സ് എന്നാണ് ഈ വാക്സിൻ്റെ പേര്. ഇത് 2 ഡോസുള്ളൊരു വാക്സിനാണ്. ഈ 2 ഡോസ് തമ്മിൽ 2 months to 6 months നമുക്ക് ഡ്യൂറേഷൻ ഉള്ളതാണ്. സോ ഞാൻ ഇപ്പോൾ പറഞ്ഞതാണ് ഒരു വളരെ ബേസിക് ഔട്ട്ലൈൻ വാക്സിനേഷൻ ഇൻ എൽഡർലി. ഇത് കൂടാതെ വേറെ കുറേ ഓപ്ഷണൽ വാക്സിൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ചിക്കൻ ബോക്സിനെതിരെ എടുക്കുന്ന വാരിസെല്ല വാക്സിൻസ്, അങ്ങനെ പറഞ്ഞ കുറച്ച് വാക്സിൻസ് ഉണ്ട്.